ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു ഏട്ടൻ്റെ വിയോഗത്തെ തുടർന്ന് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് വെറും ഒരു ബൈക്ക് ആക്സിഡന്റ് മാത്രമാണോ, കാര്യം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസിനകത്തോട്. അതായത് മദ്യലഹരിയിൽ മദ്യം ഓടിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴും പോലീസുകാർ ഇതിനകത്ത് അസ്വാഭാവികത ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും കുറച്ച് കാര്യങ്ങൾ വീണ്ടും ദുരൂഹമായിട്ട് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് കമന്റ് ഇട്ടതുപോലെ തന്നെ മദ്യലഹരിയിൽ തന്നെയാണ്. അതിനകത്ത് കുറച്ചധികം കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അതുകൂടെ നിങ്ങൾ വിട്ടുപോരുത്. എന്തിനാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്തിലെ 1-2 ന്യൂസ് ക്ലിപ്പോട് ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഈ മരത്താണി ഭാഗത്ത് വെച്ച് മൺകൂനയിലേക്ക് വാഹനം ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, മൺകൂനയിൽ ഇടിക്കുമ്പോഴത്തേക്ക് നേരെ വണ്ടി ഫ്രണ്ടിലോട്ടായിരിക്കുമല്ലോ കറങ്ങുക. ഓക്കെ, ഫ്രണ്ടിലോട്ട് കറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ബാക്കിൽ ഈ വണ്ടിയുടെ ആണെങ്കിൽ ആ ലൈറ്റിൻ്റെ അവിടെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ പൊട്ടൽ പറ്റിക്കുന്നത് ഫ്രണ്ടിലേക്കാട്ടിലും. ഓക്കെ, മേ ബി ഈ പറയുന്ന പോലെ ഇങ്ങനെ കറങ്ങി വണ്ടി വീണതിൻ്റെ ഭാഗത്തായിട്ട് എങ്ങനെയും പറ്റിയതായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഇടിക്കാതെ ആ രീതിയിലൊരു കാര്യം സംഭവിക്കില്ല. ഓക്കെ, ഇന്ന് വൈകുന്നേരം 6:20 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു ജുനൈദ്. കുറച്ചുനേരം അപകടം സംഭവിച്ചു, കുറച്ചുനേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്ന് കിടന്നിരുന്നത്. അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയത്. ഓക്കെ, കുറെ നേരം പുള്ളിയാണെങ്കിൽ അവിടെ രക്തത്തിൽ വാർന്ന് കിടക്കുകയായിരുന്നു. ഓക്കെ, ഇത്രയും നേരം രക്തത്തിൽ വാർന്ന് കിടന്നു, അതായത് വേറൊരാളും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ വിസിബിലിറ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ് പുള്ളി പോയി കിടന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ CCTVയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു സംഭവം എനിക്ക് ആ ഒരു ക്ലിപ്പ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് പുള്ളി കുറേ നേരം രക്തത്തിൽ വാർന്ന് കിടക്കുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റേ ആ ഒരു പീഡന കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ലേഡിയായിട്ടാണെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ചില തർക്കങ്ങൾ കൂടെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. മേ ബി അതുമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറലോകത്തോട് ഒരുപക്ഷെ അയാൾക്ക് അറിയിക്കാൻ ഉണ്ടായിരുന്നെങ്കിലോ. ഓക്കെ, അത് പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നിട്ട് ഉണ്ടായ ഒരു കാര്യം കൂടിയാവാം. മേ ബി ഇതൊരു സാധ്യത മാത്രമാണ്, ഇങ്ങനെയാണെന്നല്ല. ഓക്കെ, ഇനി ഒരു ക്ലിപ്പോടെ വെക്കാം. ഇവിടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ തലയുടെ പിൻഭാഗത്തുള്ള ഈ ഒരു പരിക്ക്, ഓക്കെ, മൺകൂനയിൽ ഇടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മേ ബി അങ്ങനെ ഏത് രീതിയിലും പരിക്ക് സംഭവിക്കാം. ഓക്കെ, അപ്പോഴും ഒരു സാധ്യത കൂടെയുണ്ട്. നമ്മുടെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആയിട്ട് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ റിഫ്ലെക്സ് ആക്ഷൻ ആയിട്ട് നമ്മൾ എന്തായാലും ബാക്കിലോട്ടായിരിക്കും നമ്മൾ പോവുക. ആ രീതിയിലും ഈ തലയുടെ പിൻഭാഗത്ത് ഇതുപോലെ മുറിവ് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ട പോലെയുള്ള ആ ഒരു അടുത്ത ന്യൂസ് ഇനി നമുക്ക് കേൾക്കാം. റീൽസ് താരം ജുനൈദിന്റെ മരണത്തിൽ അസ്വാഭാവികത തള്ളി പോലീസ്. വാഹനാപകടത്തിന് കാരണം മദ്യപിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വഴിക്കടവ് സ്വദേശി ജുനൈദ് വാഹനാപകടത്തിൽ ഇന്നലെയാണ് മരിച്ചത്. മരിയ ജോമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മരിയ, സമൂഹ മാധ്യമങ്ങളിലടക്കം മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? നിമേഷ്, നമുക്കിപ്പോൾ ഏറ്റവും ഇപ്പോൾ അടുത്തറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതാണ്. അതായത് ഈ ഒരു ജുനൈദിന്റെ ഈ ഒരു വാഹനാപകടത്തിൽ മരിച്ച ഈ ഒരു സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ള ആരോപണം പോലീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതായത് ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി പോലീസിനോട്, അതായത് മദ്യപിച്ചതിന്റെ നല്ല മണം ഉണ്ടായിരുന്നതായിട്ടും അപ്പം പോസ്റ്റ്മോർട്ടത്തിൽ ഒരു ആൽക്കഹോളിക് കണ്ടന്റ് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം. ഓക്കെ, ഒരു ഡോക്ടർ പറയുന്നത് പ്രകാരം അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഓക്കെ, അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിയാണ്, അങ്ങനെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും ഇയാൾ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്നത് കണ്ടിട്ടുള്ള ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മേ ബി മദ്യപിച്ചിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളെ വന്ന് വണ്ടി തട്ടിയിട്ട് കഴിഞ്ഞാൽ അതൊരു സ്വാഭാവിക മരണമാണെന്ന് നമുക്ക് ചിത്രീകരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതിനെ പറ്റി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ രക്തം വാർന്ന് കിടക്കുന്ന നിലയിൽ ആദ്യം കണ്ടത് ബസ് ജീവനക്കാരാണ്. അവർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്ക് പിന്നിലായാണ് പരിക്കേറ്റിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അപകടം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ ഈ ജുനൈദ് വളരെ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരാതി ലഭിച്ചിരുന്നു. ഓക്കെ, അപകടം നടക്കുന്നതിന് മുന്നെയാണ് ഇങ്ങനൊരു കോള് പോകുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നോർമലി ഒരാൾ ഇങ്ങനെ വണ്ടി സ്കൂട്ടർ യാത്ര പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ വെറുതെ അറിയാവുന്ന ഒരാളായിരിക്കാം, അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് സാറേ ഏതാണ്ട് ഇതുപോലെ ഒരാൾ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ കൂസലില്ലാതെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് എന്ന് നിങ്ങൾ വിളിച്ച് പറയുമോ? അതിലെ ഒരു ക്ലാരിറ്റി എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല. കാര്യം ഓക്കെ, പൗരബോധം അത്രത്തോളം ഉള്ളൊരു വ്യക്തി ആയിരിക്കും ഈ പറഞ്ഞ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും നല്ല കാര്യം തന്നെ. അങ്ങനെയൊക്കെ ആൾക്കാർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പോലീസിനെ അറിയിക്കുക, അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇതൊരു കോയിൻസിഡൻസ് അല്ല എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിയില്ല. പരാതിയിൽ ആക്ഷൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ അപകടം നടന്നു കഴിഞ്ഞു എന്നാണ് മഞ്ചേരി പോലീസ് നമ്മളെ അറിയിക്കുകയുണ്ടായി. അതാണ് വിളിച്ച് പറഞ്ഞ് അതിലൊരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുൻകൂറായിട്ട് ഇങ്ങനെ ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മുൻകൂറായിട്ട് അറിയിച്ചു. പിന്നീട് പോലീസുകാരെ വന്ന് നോക്കുമ്പോഴെന്താ അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ മദ്യപിച്ചേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മൺകൂനെ തട്ടി വീണു. ഓക്കെ, അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു മരണം. പോരാത്തതിന് വലിയ ആളുകളുടെ വിസിബിലിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് കൂടിയാണ് ഇങ്ങനൊരു കാര്യം നടന്നേക്കുന്നത്. ഓക്കെ,
അത് മാത്രമല്ല ഇനിയിപ്പോൾ പോലീസിന്റെ അടുത്ത നീക്കമെന്ന് പറയുന്നതും ഈ ഒരു ആരോപണത്തിൽ കാര്യമില്ല എന്നുള്ളതിൽ അസ്വാഭാവികതയിൽ കാര്യമില്ല എന്നുള്ളത് പോലീസ് തള്ളിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജുനൈദ് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പോലീസിനോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഓക്കെ, ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലീസിന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാൾ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ കണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, ആ ബാറിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, അവർ പോലീസിനെ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് കൂടിയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജുനൈദ് പോകുന്ന വഴിക്കാണെങ്കിൽ ഇതുപോലെ ഓക്കെ റോങ് ആയിട്ടാണ് വണ്ടി ഓടിക്കുക എന്ന് കൂടി വിളിച്ചത്. അതായത് ഒരു അപകടം നടക്കാനുള്ള സാധ്യത കൂടി അവിടെ പറഞ്ഞിരിക്കണം. അപ്പോഴും CCTVക്കകത്ത് എന്തായാലും നമുക്ക് കാണാം ജുനൈദ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ മദ്യലഹരിയിൽ ഒരാൾ വണ്ടി ഓടിച്ച് പോയി ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് അതൊരു സ്വാഭാവിക മരണമായിട്ട് തീർക്കാനെ കൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതല്ല പറയുന്നത്. ഇങ്ങനത്തെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, പുള്ളി ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് പുള്ളി ആ ഒരു ലേഡിയായിട്ടുണ്ടാകുന്ന ആ ഒരു ഇഷ്യൂവിനകത്ത് ബിസിനസ് പരമായിട്ടുള്ള ചില തർക്കങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ രണ്ടുപേരും കുറ്റക്കാരാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രവണതയാണ് വിവാഹ വാഗ്ദാനം. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ഒരു ഫിസിക്കലി റിലേഷൻ ആയി കഴിഞ്ഞിട്ട് ഓക്കെ അയാളോടൊരു ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പയറ്റാൻ വരുന്ന വലിയൊരു ഇതാണ് ഈ പറഞ്ഞ പോലെ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പീഡനം നടത്തി എന്നൊരു കാര്യം പറയാനൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അത്രത്തോളം ഒരു വൈരാഗ്യം അയാളുടെ അടുത്ത് തോന്നണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവത്തില്ലേ? മേ ബി അതുമായിട്ട് വന്നേക്കുന്ന മറ്റു കാരണങ്ങളായിരിക്കില്ലേ ഈ ഒരു ആക്സിഡന്റിലേക്ക് കൊണ്ടെത്തിച്ചത്. ഓക്കെ, ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി, ബൈ.